മനസ്സ് വെച്ചാൽ നമുക്ക് ഏത് ശ്രമങ്ങളെയും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ 2026 ആണ്ടിലെ ഈ സോക്കർ കാലം അല്ലേ? മനസ്സ് വെച്ചാൽ അലാറില്ലാതെ കളി കാണണമെന്ന് തീരുമാനിച്ച ഒരാൾക്ക് 3.5 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എണീക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ മനസ്സ് വെച്ചുകൊണ്ടാണ് അല്ലേ? 400 അടി വലിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളെ കൊണ്ടുവന്നപ്പോൾ അതിനൊരു ലാബിലിറ്റീസ് പോലും വന്നിട്ടില്ല നാട്ടിൽ. 400 അടിയൊക്കെ ഫ്ലെക്സ് വെക്കണമെങ്കിൽ അതിന് എത്ര ചെലവും കാര്യങ്ങളും ഉണ്ടാവും. ഒരു ലാബിലിറ്റീസ് വന്നിട്ടില്ല, ഒരു ബാധ്യത. ആരെങ്കിലും എടാ എൻ്റെ 350 കിട്ടാണ്ട് 400 കിട്ടാണ്ട് അതൊരു വലിയൊരു ബാധ്യത ആയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നമ്മൾ കടത്തിലായിട്ടുണ്ട് ഇല്ല. കട്ടൗട്ടുകൾക്ക് ക്ഷാമം വന്നിട്ടില്ല. അപ്പം അങ്ങനെ അതുമാത്രമല്ല, നാം ഉദ്ദേശിക്കുന്ന താരങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. അവരിപ്പോൾ നിൽക്കുന്ന വില്ലകളെ പറ്റി പഠിക്കാൻ കഴിഞ്ഞു, അവരുടെ സ്രോതസ്സുകളെ പറ്റി. എന്താ കാര്യം അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ മനസ്സ് വെച്ചാൽ ഇപ്പോൾ സഫറാണ്, ഇനിയിപ്പോൾ അടുത്ത മാസം റബീഉൽ അവ്വലാണ്. ഈ എഫേർട്ടുകൾ മുഴുവൻ സാമ്പത്തികമായിട്ട് നാം നടത്തിയ എഫേർട്ട്, മാനസികമായിട്ട് പഠനത്തിന്റെ ഭാഗമായിട്ട് നാം ഇട്ട എഫേർട്ടുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഒരു സെലിബ്രിറ്റിയെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നീക്കി വെച്ച് നോക്കി. എത്ര ഫ്രൂട്ട്ഫുൾ ആയിരിക്കും നമ്മുടെ ലൈഫ്. ഞാൻ പറയുന്നത് ഫ്ലെക്സ് ബോർഡുകൾ അതേ വലിപ്പത്തിലോ സൈസിലോ ഒരു ഫ്ലെക്സും റബീഉൽ അവ്വലിന്റെ പേരിൽ നമ്മൾ വെക്കണ്ട. എന്നാലും എഫേർട്ട് നമ്മളൊന്നിങ്ങനെ ചിന്തിക്കല്ലേ, ഇതൊക്കെ നമുക്ക് സാധിച്ചില്ലേ? മുത്തുനബിയുടെ ജന്മദിനം വരുമ്പോൾ നമുക്ക് എന്താ സാധിക്കുക എന്നുള്ളൊരു പുനരന്വേഷണം മതി. കാരണം ഈ ഫ്ലെക്സ് ഒക്കെ പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ്. അതൊന്നും റസൂലുള്ളാഹിക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ മറ്റുള്ള പ്രതിപ്രവർത്തനങ്ങളെ പറ്റി ആലോചിക്കുക. ഞാൻ ഇങ്ങനെയുള്ള എഫേർട്ടുകളൊക്കെ തിരുനബിയെ പഠിക്കാൻ, അവിടുത്തെ പഠിപ്പിക്കാൻ, അവിടുത്തെ വ്യക്തിത്വത്തെ പഠിക്കാൻ, അവിടുത്തെ സ്വഭാവത്തെ പഠിക്കാൻ, അവിടുത്തെ ലൈഫ് സ്റ്റൈലുകളെ കണ്ടറിയാൻ, അത് ഇമിറ്റേറ്റ് ചെയ്യാൻ, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മോട്ടിവേഷൻ ആക്കാൻ, എൻ്റെ കുടുംബത്തിന് അത് പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതിനുപയോഗിക്കുക. അങ്ങനെ ചില കാര്യഗൗരവമായ വിഷയങ്ങളൊക്കെ കതിരും പതിരും തിരിച്ചു മനസ്സിലാക്കാൻ കഴിയാന്നുള്ളതാണ് ഒരു വളർന്നു വരുന്ന തലമുറയുടെ പ്രബുദ്ധത എന്നൊക്കെ പറയുന്നത്. അത് നമ്മളെ കുട്ടികൾക്ക് മാഷാ അല്ലാഹ് ഉണ്ട്. പ്രബുദ്ധതയും പ്രതിബദ്ധതയും ഒക്കെ അവരെ കയ്യിൽ പഠിച്ചോൻ കൊടുത്തൊരു സാധനമാണ്. അത് നമ്മൾ അതിലേക്ക് ഒരു ടോർച്ചടി നടത്തി കൊടുക്കുമ്പോഴേ അതിലേക്ക് ആ വെളിച്ചം കണ്ടിട്ട് ആ ഒരു വഴിയിലൂടെ അവർ നടക്കുള്ളൂ. അവരൊരു ഇടവഴിയിൽ ഇറങ്ങി കിടക്കുക, ഞാനൊന്ന് നോക്കി തരട്ടോ, ഞാൻ ടോർച്ച് അടിച്ചു തരട്ടോ, നീ നടന്നോ എന്ന് പറയാൻ മുതിർന്നവർക്ക് കഴിയണം. അപ്പോഴേ അവർ ആ പ്ലാറ്റ്ഫോമിലൂടെ വളരുള്ളൂ, അതിലൂടെ നടക്കുള്ളൂ, സഞ്ചരിക്കുള്ളൂ.